ഇപ്പൊ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ജീവിക്കണ്ട, എന്തിനാണ് ജീവിക്കുന്നത്, ഈ ജീവിതം അടുത്തുപോയി, ഇനി ഈ ജീവിതം ഇവിടെ അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്ത് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അവർ ഈ വീഡിയോ ഫുള്ള് കേൾക്കണം. അവർ ഈ വീഡിയോ മൊത്തം കേട്ട ശേഷം അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പരിഹാരം ലഭിക്കുമെങ്കിൽ ആ പരിഹാര ക്രിയകളിലേക്ക് നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് മാറ്റണം. ഇന്നത്തെ യുവസമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രവണത കൂടുതൽ കാണിക്കുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യ വളരെ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. അത് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചാനൽ തുറന്നാൽ ഓരോ ജില്ലകളിലെയും വിവിധ തരത്തിലുള്ള ആത്മഹത്യകളുടെ വാർത്തകളാണ് പറയുന്നത്. കൂട്ടുകാരന്റെ റൂമിലേക്ക് പോയി യുവതി ആത്മഹത്യ ചെയ്തു, സുഹൃത്ത് വന്നിട്ട് പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചു, കുത്തി കൊല്ലാൻ ശ്രമിച്ചു, വെടിവെച്ച് കൊന്നു, അങ്ങനെ പല പല വാർത്തകൾ, ദുരഭിമാന കൊലകൾ, അങ്ങനെ വിവിധ തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വാർത്തകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ഇത്തരം ദാരുണമായ ദുരഭിമാന ചിന്തകളെയും കൊലകളെയും ദുരഭിമാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെയും ഒക്കെ ധാരാളം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിലേക്ക് കേരളം ഒരു നവോത്ഥാന സംസ്ഥാനമായി ഉയർന്നു വന്നിട്ടുണ്ട്. വഴിയും കച്ചവടവും വാണിജ്യവും ഒന്നും തന്നെ അങ്ങനെ അനുവദിക്കാത്ത ഒരു സമൂഹമായിരുന്നു കേരളീയ സമൂഹത്തിൽ ഇന്ന് കാണുന്നവരുടെ പൂർവ്വതലമുറയിൽപ്പെട്ട പല ആളുകളും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിരുന്നു, മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. അവിടെ നിന്നൊക്കെ ഒരു സാമൂഹിക സമത്വത്തിലേക്ക് നമ്മൾ ഉയർന്നു വന്നിട്ടുള്ളത് കേരള സംസ്ഥാനത്തിന്റെ രൂപവൽക്കരണത്തിന് ശേഷം തന്നെയാണ് എന്ന് പറയാം. ജനങ്ങൾക്ക് ആശയപരമായി സംഘടിക്കുവാനും അവരുടെ ആശയപരമായ അഭിപ്രായങ്ങളും അത് സ്വതന്ത്രമായി ഉയർത്തിവെക്കുവാനും വേണ്ടിയുള്ള അവകാശങ്ങൾ നമ്മുടെ നാട്ടിലെമ്പാടും. കഴിഞ്ഞ ഒരു 10-40 വർഷം മുമ്പുള്ള ചരിത്രം, ഒരു 50 വയസ്സൊക്കെ മുകളിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയുന്ന കാര്യമുണ്ട്. അവരുടെ ഗ്രാമങ്ങളൊക്കെ പട്ടിണിയിലായിരുന്നു, പരിവട്ടത്തിലായിരുന്നു. വസ്ത്രമില്ലാത്തവർ, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തവർ, നല്ലപോലെ വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തവർ ഒക്കെ ആയിരുന്നു ഒരു 40 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 50 വർഷം മുമ്പുള്ള നമ്മുടെ തൊട്ടു മുന്നിലുള്ള ഒരു തലമുറ. അപ്പോൾ 50 വയസ്സൊക്കെയുള്ള ആളുകളോട് ചോദിച്ചാൽ അതിൻ്റെ ധാരാളം അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു തലമുറയിൽ ജീവിച്ച ആളുകളോട് നിങ്ങൾ ഇന്നത്തെ യുവസമൂഹം ചോദിക്കണം, കൗമാരക്കാർ ചോദിക്കണം, യുവതി യുവാക്കൾ ചോദിക്കണം. എന്താണ് അന്ന് അവർ ജീവിച്ച സമയത്ത് അവരുടെ ഗ്രാമങ്ങളിലൊക്കെ അല്പം പണവും പ്രതാപവുമുള്ള, അല്പം ഭൂസ്വത്തൊക്കെയുള്ള ഒരാളായിരിക്കും പ്രമാണിയായിട്ടുണ്ടാവുക. അയാളുടെ അടുക്കലേക്കായിരിക്കും എല്ലാവരുടെ പ്രശ്നങ്ങളും പറഞ്ഞു. ആരെങ്കിലും പോലീസ് കേസ് ഉണ്ടായാലും, ഒരു ഉദ്യോഗ പ്രശ്നം ഉണ്ടായാലും, ഒരു കത്ത് വന്നാൽ, അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ നമ്മുടെ ഈ സമൂഹത്തിൽ അന്ന് സ്വാധീനമുണ്ടായിരുന്നത് ഈ പ്രമാണിമാർക്കായിരുന്നു. അന്ന് പോലീസുകാരെ പോലും വിറപ്പിച്ചു നിർത്തുന്ന ആളുകൾ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ടായിരുന്നു. പോലീസുകാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇന്ന ആളെ പിടിക്കാൻ വന്നാൽ പറ്റില്ല, എൻ്റെ ആളെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോലീസുകാരുടെ കുത്തിന് പിടിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് കടാര കുത്തി വെച്ചിട്ട് എൻ്റെ പിള്ളേരെ പിടിച്ചിട്ടെന്ന് നീക്ക് അനുഭവിക്കുമെന്ന് പറയുന്ന നാട്ടിലെ പ്രമാണിമാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിലെ ആ പ്രമാണിയോട് ഏത് സമുദായത്തെ സംബന്ധിച്ച് നോക്കിയാലും, ഒരു അമ്പലം നടത്തിപ്പുകാരനായ ആളായാലും, ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് അത് നടത്തുന്ന ഒരു ആളായാലും, അല്ലെങ്കിൽ ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട് അത് നടത്തുന്ന ഒരാളായാലും ഏകദേശം അങ്ങനെയൊക്കെ ആയിരുന്നു. അത് നാടുവാഴിത്തത്തിൻ്റെയും നാട്ടിലെ ജന്മിമാരുടെയും ഒക്കെ ഒരു ഭാഗമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള മറ്റൊന്നായിരുന്നു. അത് പിന്നീട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് വഴിമാറുക. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ 1950-കൾക്ക് ശേഷം കേരളത്തിലും വലിയ ശക്തമായി. അതിനു മുമ്പ് ഒക്കെ പല മേഖലകളിൽ ഉണ്ടെങ്കിലും ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്നത് ജനാധിപത്യത്തിലേക്ക്, വോട്ടെടുപ്പിലേക്ക് കേരളം പോയ ശേഷമാണ്. എല്ലാ ഗ്രാമങ്ങളിലും ആളുകൾക്ക് ഏതെങ്കിലും ഒരു ചിഹ്നത്തിൽ വോട്ട് ചെയ്യേണ്ടി വരുന്ന, ഒരു രാഷ്ട്രീയം സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അന്ന് രൂപപ്പെട്ടു. പിന്നീട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് കൂടുതൽ ഈ കവലയിലൊക്കെ ഉണ്ടായിരുന്ന നാട്ടുപ്രമാണിമാരായ ആളുകൾക്ക് പകരമായി വന്നത്. അതും വലിയൊരു സ്വാധീനമായിരുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു നേതാവായി വരുന്ന ആൾ പിന്നീട് ആ നാടിന്റെ പ്രമാണിയായി, ആ ഗ്രാമത്തിന്റെ പ്രമാണിയായി മാറി, നാട്ടിലെ പ്രമാണിയായി മാറി, അറിയപ്പെടുന്ന നേതാവായി മാറി. ഇന്ന് കുറെ കൂടി വൈഡായി എല്ലാവരിലേക്കും നേതൃത്വവും ചോദ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കും, ആർക്കും നേതാവാകാൻ കഴിയുന്ന തരത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ മാറി. അപ്പൊ അങ്ങനെ ഒരു വലിയ മാറ്റം വന്നിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നത്തെ കേരളത്തിലെ ന്യൂജൻ തലമുറയുള്ളത്. ഈ ന്യൂജൻ തലമുറയുടെ ഇടയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് അവർക്ക് പ്രശ്നപരിഹാരങ്ങൾ ഒട്ടും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. അവർക്കൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ അറിയുന്നില്ല എന്നുള്ളതാണ്. ഒരു 50 വർഷം മുമ്പുണ്ടായിരുന്നതിനേക്കാളും വലിയ തരത്തിലാണ് ആത്മഹത്യയുടെ എണ്ണവും അതിന്റെ പ്രവണതയും കൂടി വരും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇപ്പോൾ കലാലയത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു കാലത്ത് വലിയ സജീവമായി. സഹജീവികളുടെ പ്രശ്നങ്ങളിൽ വലിയ ഇടപെടൽ നടത്തിയിരുന്ന ആളുകളായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. പക്ഷെ പിന്നീട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുള്ള അപജയം എന്ന് പറഞ്ഞാൽ സഹജീവികളെ ചൂഷണം ചെയ്യുന്ന,
അവരെ കൂടുതൽ ചൂഷണത്തിന് വിധേയമാക്കുന്ന, അവരെ റാഗിങ്ങിനിരയാക്കുന്ന, അവരെ ക്രൂരമായി മാനസിക പീഡനത്തിന് വിധേയമാക്കുന്ന ശക്തികളുടെ ചിന്താഗതികളിലേക്ക് പുതിയ തലമുറയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും മറ്റുമൊക്കെ വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ അപകടം. അപ്പൊ നമ്മുടെ നാട്ടിന്റെ കഴിഞ്ഞ കുറെ കാലത്തുള്ള പല പല സംഭവങ്ങളും ഇല്ലാതാക്കി പുതിയ പുതിയ സംഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ യുവസമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രവണത കൂടുതൽ കാണിക്കുന്നു എന്നുള്ളതാണ്. അതിന് 2-3 കാരണങ്ങൾ നമുക്ക് ഒന്ന് ഇഴകീറി പരിശോധിക്കാം. എന്തുകൊണ്ട് ആത്മഹത്യാ പ്രവണത വളരുന്നു? അതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നൽകുന്ന സ്വാധീനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സിനിമകൾ നൽകുന്ന സ്വാധീനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കലയും സാഹിത്യവും നൽകുന്ന സ്വാധീനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഭൗതിക നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് ഏതു തരത്തിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചർച്ച കേരളത്തിൽ തന്നെ ഉയർന്നു വരേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഓണാവധിക്ക് നാട്ടിലേക്ക് വരുന്നില്ലെന്നാണ് വീട്ടുകാരെ അറിയിച്ചത്. പക്ഷെ പിന്നീട് വീട്ടുകാരറിയുന്നത് കോഴിക്കോട് ഫ്ളാറ്റിൽ തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ മീഡിയകളൊക്കെ വാർത്ത കൊടുക്കുന്നു സുഹൃത്തിന്റെ കൂടെയാണ്. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ വൈഫാണെന്ന് പറഞ്ഞു, പിന്നീട് സുഹൃത്താണെന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ, ചോദ്യങ്ങൾ, കസ്റ്റഡി, മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കളുടെ വീഡിയോ ബൈറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ ഉത്തരവാദിയായ ആളെ ശിക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പല കേസുകളും നമ്മൾ പരിശോധിച്ചു. കുടുംബ ജീവിതം നയിക്കുന്ന ഒരാൾ, കുടുംബിനിയാണ്. അവരെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ അവരുടെ ബന്ധുക്കൾ കാണുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നത് പോലും സഹിക്കവയ്യാതെ ആത്മഹത്യയിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുക. ആത്മഹത്യ ചെയ്ത ശേഷം ഈ ആളുകളൊക്കെ ആത്മഹത്യക്ക് എന്നെ പ്രേരിപ്പിച്ച ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യപ്പെട്ടാലും എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടാലും അവർ 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 3-4 മാസമെങ്കിലും ജയിലിൽ കിടക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള വകുപ്പുണ്ടാക്കണം എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏത് ദുഷ്ടപ്രവൃത്തി ചെയ്യുന്ന ആളുകളായാലും മനുഷ്യർക്ക് സ്വാഭാവികമായി അയാളോട് ഒരു സഹതാപം ഉണ്ടാവും. കഷ്ടമല്ലേ, പോയല്ലോ, എന്താ ചെയ്യുക എന്നുള്ളൊരു നിസ്സഹായ അവസ്ഥയാണ്. എന്നാൽ ഇത്രയും ദുഷ്ടനായൊരു മനുഷ്യനെ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടാലും ആ മനുഷ്യർക്ക് കുറച്ചുകൂടി ഇമോഷണലായ ഒരു സഹതാപം അയാളോട് തോന്നും സ്വാഭാവികമായിട്ട്. എന്നാൽ ഒരു ദുഷ്ടനായ മനുഷ്യനെ വേറെ ചില ആളുകൾ പ്രേരിപ്പിച്ച് കൊലയ്ക്ക് കൊടുത്തതാണ്, അതിൻ്റെ പേരിലാണ് അയാൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നറിഞ്ഞാൽ കുറച്ചുകൂടി സമൂഹം അയാളോട് സഹതാപം കൊണ്ട് കൂടുതൽ ചേരുന്ന ഒരു കാഴ്ച, അത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്, അതുണ്ടാവും. പക്ഷേ ആ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചിട്ട് അത് ചൂഷണം ചെയ്യുന്ന ഒരു തലമുറയായി ഇന്ന് പലരും മാറുന്നുണ്ട് എന്നുള്ളതൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം, ആത്മഹത്യ എന്ന് പറയുന്നത് രക്ഷപ്പെടലാണോ, ഒളിച്ചോട്ടമാണോ, പരാജയമാണോ, ശരിയായ തീരുമാനമാണോ എന്നുള്ളതാണ്. ആത്മഹത്യ എന്നുള്ളത് ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല. അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് അയാൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുക എന്നുള്ളതാണ് ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരം. ആ അർത്ഥത്തിലേക്ക് നമ്മൾ കാര്യങ്ങളെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ജീവിക്കണ്ട, എന്തിനാണ് ജീവിക്കുന്നത്, ഈ ജീവിതം അടുത്തുപോയി, ഇനി ഈ ജീവിതം ഇവിടെ അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അവർ ഈ വീഡിയോ ഫുള്ള് കേൾക്കണം. അവർ ഈ വീഡിയോ മൊത്തം കേട്ട ശേഷം അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പരിഹാരം ലഭിക്കും. ആ പരിഹാര ക്രിയകളിലേക്ക് നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് മാറ്റണം. പിന്നീട് നിങ്ങൾ അന്ന് എഴുതി വെക്കുക, ഒരു നോട്ട് എഴുതി വെക്കുക. എന്താണ്, ഞാൻ ഇന്ന ദിവസം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരാളാണ്, പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ട ശേഷം എനിക്ക് തോന്നി ഞാൻ ഇന്നത്തെ ദിവസം എഴുതി വെച്ചിട്ട് ഞാനൊന്ന് ജീവിക്കാമെന്ന് തീരുമാനിച്ചു. എൻ്റെ പ്രശ്നങ്ങളെ ഞാനിങ്ങനെ തരണം ചെയ്യാൻ വേണ്ടി ഒന്ന് എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ആ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളെ ഒരു ഡയറിയിലേക്ക് എഴുതി വെക്കുക. നിങ്ങൾ ഓരോ മാസവും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അത് നിർത്തിവെച്ചിട്ട് നിങ്ങൾ വന്ന് ഡയറി എഴുതി തുടങ്ങി അന്ന് മുതലുള്ള ജീവിതത്തെ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതായിട്ട് ഈ ഒരു മാസം കൊണ്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഒരു വർഷത്തെ റിവ്യൂയിലേക്ക് മാറ്റുക. 2ാം ജന്മത്തിലേക്ക് മടങ്ങി വരുന്ന ആ വർഷവും ഈ വർഷവും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ കാരണം പല ആളുകളുടെയും മുഖങ്ങൾ സന്തോഷഭരിതമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നിങ്ങളൊരു 5, 10, 15, 20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഈ ഡയറി കുറിപ്പ്, നിങ്ങളുടെ 2ാം ജീവിതത്തിന്റെ ആ ഘട്ടങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മഹാസംഭവമായി, നിങ്ങൾ വലിയൊരു ചരിത്രമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡയറി കുറിപ്പ് ഒരു പുസ്തകമാക്കാം. അത് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകൾക്ക്, വരാൻ പോകുന്ന തലമുറയിലെ ധാരാളം ആളുകൾക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഞാനൊരു
അനുഭവം പറയാം. തിരുവനന്തപുരത്ത് ഓഫീസിലിരിക്കുമ്പോൾ അവിടേക്കൊരു 54 വയസ്സുള്ള ഒരാൾ കടന്നു വന്നു. അപ്പോൾ അദ്ദേഹം വന്നു. അങ്ങനെ ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. ഞാനും അദ്ദേഹമായിട്ട് കുറച്ചു നേരം സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തെത്തി. മൂപ്പര് പല കാര്യങ്ങളും ചോദിക്കുകയും അറിയുകയും പറയുകയും ഒക്കെ ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ കോഴിക്കോട് നിന്ന് വരികയാണ്. കോഴിക്കോട് നിന്ന് ഞാൻ എറണാകുളത്ത് അവിടെ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഞാൻ അവിടുത്തെ ക്ലോക്ക് റൂമിൽ വെച്ചു, റെയിൽവേയുടെ. പിന്നെ ഞാനൊരു സുഹൃത്തിനെ പ്രതീക്ഷിച്ചു. അദ്ദേഹം എനിക്ക് കുറച്ച് സാമ്പത്തികമായ ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് വന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം ഫോൺ എടുക്കാതെ മറ്റുമൊക്കെ ആയൊരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് ആകെ നിരാശയായി. പിന്നീട് അദ്ദേഹം ദയനീയമായൊരു കാര്യം പറയുകയാണ്, ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നതാണ്. റെയിൽവേയിൽ ഇറങ്ങി ശേഷം വിചാരിച്ചു ജസ്റ്റ് ഒന്ന് നടന്നൊരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ റെയിൽവേ ട്രാക്കിലേക്ക് തന്നെ പോകാം. അങ്ങനെ പോയിട്ട് ആത്മഹത്യ ചെയ്യാമെന്ന തീരുമാനത്തിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിതൊക്കെ കേട്ടിരുന്നു. ഞാൻ എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ പിന്നെ ആത്മഹത്യ ചെയ്യാത്തത്? ആത്മഹത്യ ചെയ്യാൻ ധൈര്യക്കുറവുണ്ടോ? അല്ല, അങ്ങനെയല്ല, ഞാനിപ്പോൾ പോയിട്ട് അങ്ങനെ ചെയ്യാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഓൺ സ്പോട്ടിൽ അത് ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് ആത്മഹത്യ എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ഒരു പോസിബിളായ ഒരു ഉത്തരമായി എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കിങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള ചിന്താഗതി ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ഉൾവിളി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ പ്രചോദനം കൊണ്ടുകൂടിയാണ് നിങ്ങളിപ്പോൾ ഈ ഓഫീസിലേക്ക് കയറി വരികയും നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായ ഒരാളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏതായാലും ഇന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ നിങ്ങളൊരു ഡയറി എഴുതി തുടങ്ങി. നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ബോണസാക്കി ഈ സമൂഹത്തിനും ജനങ്ങൾക്കും വേണ്ടി എന്താണ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് നിങ്ങളൊരു പരിശോധന പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് നടത്തുക. ഓരോ മാസവും നടത്തുക. നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങുന്ന നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ പുതിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുണ്ടെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കുടുംബമോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും നിങ്ങളുടെ ആ തീരുമാനം എന്നുള്ളത് മനസ്സിലാക്കണമെന്നുള്ളതാണ്. അദ്ദേഹം വീണ്ടും ഇങ്ങനെ കുറെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ റെയിൽവേ ട്രാക്കിൽ കയറുകയും നടക്കുകയും ചെയ്തിട്ട് ആത്മഹത്യ ചെയ്തെന്ന് കരുതുക. നിങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു എന്നാണ് നിങ്ങൾ സ്വാഭാവികമായിട്ട് കരുതുന്നത്. പക്ഷേ അതുവഴി യാത്ര പോകുന്ന എത്രയോ ആളുകൾ ട്രെയിനുകൾ പിടിച്ചിരുന്ന കാരണം കൊണ്ട് ലേറ്റാകും. എന്തെല്ലാം ആവശ്യമായി പോകുന്ന ആളുകൾ, എന്തെല്ലാം പ്രതിസന്ധിയുമായി പോകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് ആ നിമിഷങ്ങൾ വിലപ്പെട്ടതായി അതൊക്കെ നഷ്ടപ്പെടും. നിങ്ങളുടെ ശവസംസ്കാരം വരെ പങ്കെടുക്കുന്ന കുറേ ആളുകൾ, അത് നിങ്ങളുടെ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, പരിചയക്കാരാകാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാകാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ബാധ്യതപ്പെട്ട ആളുകളാവാം. അവരുടെയൊക്കെ വിലപ്പെട്ട കുറേ സമയങ്ങൾ നിങ്ങൾ അപഹരിക്കുന്നുണ്ട്. ഒരു ധാർമ്മികതയുള്ള മനുഷ്യനെ സംബന്ധിച്ച് അതുപോലും ശരിയായ രീതിയിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് എന്ന് മനസ്സിലാക്കണം. അവർ നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളോടൊരു കമ്മിറ്റ്മെൻ്റായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആത്മഹത്യ ചെയ്താലും, നമ്മൾ റെയിൽവേ ട്രാക്കിൽ കിടന്നാലും, നമ്മൾ കുളത്തിൽ ചാടിയാലും, പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോഴും പല ആളുകളും അറിയുമ്പോൾ സഹതപിച്ച് സംസാരിക്കുമെങ്കിലും പല ആളുകൾക്കും അത് പ്രയാസവും ബുദ്ധിമുട്ടും വരുത്തുന്നുണ്ട്. ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുത്തുമ്പോൾ എന്തിനിവനിത് ചെയ്തു, എന്തിനിവളത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ഒരു ചോദ്യം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ജാഗ്രതയാണ് യുവതലമുറ സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ തലമുറയിലെ ആളുകൾ, ഇപ്പോൾ ഒരു 50 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പുള്ള തലമുറയുടെ ആളുകളൊക്കെ തന്നെ, കുട്ടികളൊക്കെ തന്നെ പ്രയാസങ്ങളോട് മല്ലിട്ട് ജീവിച്ചവരാണ്. പട്ടിണിയോട് പരിവട്ടത്തോട് മല്ലിട്ട് ജീവിച്ച ആളുകളാണ്. പിന്നീട് അവർ ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് പടുത്തുയർത്തിയതാണ് ഈ കേരളവും അവിടുത്തെ നവോത്ഥാന വിദ്യാഭ്യാസ ശ്രേണികളും ഈ സുഖ സൗകര്യങ്ങളും ഈ ആഡംബരങ്ങളും എല്ലാം. അത് അനുഭവിക്കുന്ന പുതിയ തലമുറയാണ് ഇപ്പോൾ സ്കൂളിലേക്ക് ബസ്സിൽ പോകുന്നു, വലിയ ബാഗ് ഉണ്ടാകുന്നു, നല്ല നല്ല വസ്ത്രങ്ങൾ ഉണ്ടാകുന്നു, യൂണിഫോം ഉണ്ടാകുന്നു, ഷൂ ഉണ്ടാകുന്നു, എല്ലാം വില കൂടിയതാണ്. ബ്രാൻഡ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇന്നൊരു 50 വയസ്സുകാരനായ ഒരാളുടെ കുട്ടിക്കാല ജീവിതത്തിൽ ചിലപ്പോൾ അവർക്കൊരു വർഷത്തിൽ ഒരു ഡ്രസ്സ് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ, ഒരു ഉടുപ്പും ഒരു നിക്കറും. ഇന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളും ഓരോ വസ്ത്രങ്ങൾക്ക് മുകളിലാണ്. അഡ്വാൻസായി അതുണ്ട് എന്ന് ഉറപ്പിച്ചിട്ടാണ് ജനിച്ചു വീഴുന്നത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാങ്ങി വെക്കലാണ് സ്വർണവും. കുട്ടികളുടെ അഡ്മിഷൻ വരെ ഇന്നത്തെ പുതിയ തലമുറ
ഇന്നത്തെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ ഗർഭാവസ്ഥയിലെത്തുന്നതോടെ തന്നെ രക്ഷകർത്താക്കൾ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങി മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. അപ്പോൾ അത്രയധികം പുരോഗതിയിലേക്ക് എത്തിയപ്പോൾ ഈ പുതിയ തലമുറയിലെ യുവാക്കൾക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ ആത്മഹത്യയാണ് പരിഹാരം എന്നുള്ളത് അവർ തീരുമാനിക്കുകയാണ്. ആ തീരുമാനം യഥാർത്ഥത്തിൽ തെറ്റാണ്. ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അവർ ബന്ധപ്പെട്ടു പോയ ഒരു പ്രശ്നത്തെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും എന്ന് ചിന്തിക്കുന്നു. അതിൽ മനം നൊന്ത് അപ്പോൾ തന്നെ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണത കൂടുകയാണ്. എന്തിനാണ് എന്നുള്ളതാണ്. അപ്പൊ ചതിക്കുഴികൾ സമൂഹത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവുക. അതിന് നമുക്ക് ഏത് മേഖലകളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഭാവിയിലേക്ക് ഇന്നൊരു പ്രശ്നം ഉണ്ടാകുമോ ഉണ്ടാവുകയില്ലേ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത്, ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അന്ധമായ ഒരാളെ വിശ്വസിച്ചു, ഇനി ആ വിശ്വാസം തകർന്നാൽ പിന്നീട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്, വിഡ്ഢിത്തമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് പ്രശ്നവും ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആ പ്രശ്നത്തെ അവിടെ അവസാനിപ്പിക്കുകയും പുതിയ ഒരു പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചേരുകയില്ല എന്ന ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ജീവിതത്തെ അവിടെ നിന്ന് ശരിയാക്കി എടുക്കുന്ന ഒരു രീതിയാണ് യുവാക്കൾ അതുപോലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് പല ആളുകളും പറയുന്നത്. ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല ആളുകളും ആത്മഹത്യ ചെയ്തു. ആ സംഭവങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചു. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട്. ആ ആത്മാഭിമാനം നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ സഹോദരങ്ങളോ അറിയും. അവരറിയുമ്പോൾ എനിക്ക് വലിയ ഷെയിമാണ് എന്ന് കരുതിയിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്ത ശേഷം ഈ ലോകം മുഴുവൻ അറിയുകയാണ്. എന്നിട്ടോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഒന്നാണെങ്കിൽ ജനങ്ങൾ സംസാരിക്കുന്നത് 1000 ആട്ടെ. ഒരു പഴഞ്ചൊല്ലിൽ പറയുമല്ലോ, എടുത്തപ്പോൾ 1, തൊടുത്തപ്പോൾ 100, കൊണ്ടപ്പോൾ 1000 എന്ന അർത്ഥത്തിലേക്കാണ് കാര്യങ്ങൾ മാറുക. നിങ്ങളുടെ ചെറിയൊരു ആത്മവിശ്വാസക്കേട് കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ചതിക്കുഴികൾ പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലെ ആത്മാഭിമാനമാണോ നിങ്ങളുടെ പ്രശ്നം, അതിനാണോ നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ 1000കണക്കിന് 10000കണക്കിന് പ്രാവശ്യം നിങ്ങളുടെ ആത്മാഭിമാനം ഈ സമൂഹത്താൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങളൊരു ചതിയിൽപ്പെട്ടു, നിങ്ങൾക്ക് ആത്മാഭിമാനത്തിന് കേടുവരുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് സംഭവിച്ചു. ഇതൊക്കെ പുറത്തു വന്നാൽ ആത്മവിശ്വാസം നഷ്ടപ്പെടും എന്ന അർത്ഥത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ബന്ധമുള്ള നാട്ടുകാരും ഒക്കെ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളം, കാലങ്ങളോളം മറുപടി പറയും. എൻ്റെ നാട്ടിൽ സുമതിയെ കൊന്നൊരു വളവുണ്ട്. ആ സുമതിയെ കൊന്നൊരു വളവിനെ സംബന്ധിച്ച് പതിറ്റാണ്ടുകളായുള്ള ചർച്ചകളാണ്. ഇന്ന് സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനം ഒരിക്കലും സംരക്ഷിക്കപ്പെടില്ല. പകരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ചതി, ഒരു ചീറ്റിംഗ്, അത് നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ അച്ഛനോട് അത് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സഹോദരങ്ങളോട് അത് പറയുകയാണെങ്കിൽ, അവിടെയും നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോട് പറയുകയാണെങ്കിൽ, അവിടെയും നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ നാട്ടുകാരോട് പറയുകയാണെങ്കിൽ, അത്ര ആളുകളെ അറിയൂ. ആ പ്രശ്നം പരിഹരിക്കപ്പെടും. ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നത്തെ സോൾവ് ചെയ്ത് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. എന്നാലോ അങ്ങനെ നിങ്ങൾക്ക് പുറത്തേക്ക് വന്നാൽ നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് അഭിമാനത്തിന് ദോഷം വരുന്ന തരത്തിലുള്ള ചർച്ചകൾ ഈ രാജ്യത്തുണ്ടാവില്ല. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ആ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള നിരവധി നിറം പിടിപ്പിച്ച കഥകളാണ് സമൂഹത്തിൽ ഓരോ ആളുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി അത് നിരന്തരം റിപ്പോർട്ടുകളായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന വിവരങ്ങൾ, അതിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന വിവരങ്ങൾ, അതിലെ കോടതിയിലെ വിചാരണയുടെ വിവരങ്ങൾ, അതിൻ്റെ അവസാനം വരുന്ന വിധി, ഒടുവിൽ കുറ്റവിമുക്തനാക്കപ്പെടുന്നു, അതെന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചർച്ചകൾ കാലങ്ങളോളം തുടരുകയാണ്. ആ കാലങ്ങൾ കഴിഞ്ഞാലും പിന്നീട് പതിറ്റാണ്ടുകളോളം നിങ്ങളുടെ ഗ്രാമത്തില്, നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ കുടുംബം നിലനിൽക്കുന്ന ആ ഇടങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള അപകീർത്തികരമായ വാർത്തകൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. വരാൻ പോകുന്ന തലമുറയും നിങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. അതാണ് ഞാൻ സുമതി വളവിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ആരും ആത്മഹത്യ ചെയ്തിട്ട് കാര്യമില്ല. ആത്മാഭിമാനം ഒരിക്കലും സംരക്ഷിക്കപ്പെടുകയില്ല. പകരം നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ രക്ഷകർത്താക്കളോട്, നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ നാട്ടുകാരോട് നിങ്ങൾ സത്യം തുറന്ന് പറയുകയാണ്. ഇനി ഈ സമൂഹത്തോട് തന്നെ പറഞ്ഞാലും അത് പ്രശ്നമല്ല. നിങ്ങൾ ഈ സമൂഹത്തോട് തന്നെ പറഞ്ഞാലും അത് പ്രശ്നമല്ല. ഈ സമൂഹം നിങ്ങളെ ഏറ്റെടുക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു നൽകുന്നതിന് വേണ്ടി ഈ സമൂഹം മുന്നിട്ടിറങ്ങും. നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതിനുള്ള തിയറികൾ ഈ സമൂഹം തന്നെ നിങ്ങൾക്ക് നൽകും. അവിടെ നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ നിലനിൽക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു വശം.
ചരിത്രത്തിൽ സത്യസന്ധമായ ഒരു ജീവിതം അടയാളപ്പെടുത്തുന്നതിന് പകരം ഏറ്റവും പരിഹാസ്യവും നിന്ദ്യവും അപമാനകരവുമായ ഒരു പര്യവസാനം തിരഞ്ഞെടുക്കുകയും ആ ദുഷ്പേര് ഈ സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ട് എന്നേക്കുമായി നഷ്ടത്തിൽ അവശേഷിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമായി ആ ഗ്രാമത്തിൽ ഒതുങ്ങുക എന്നതാണ് ആത്മഹത്യ ചെയ്യുന്ന ആളിന്റെ വിധി. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഒരു പാഴ് ജന്മമാണ്. ഭൂമിക്ക് ഭാരമായവർ ആത്മഹത്യ ചെയ്യുന്നു, അവർ ഭൂമിക്ക് അടിയിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ആത്മഹത്യ ചെയ്യുന്നവരോട് യാതൊരു സഹതാപവും പാടില്ല എന്നാണ് ഞാൻ പറയാറുള്ളത്. ആത്മഹത്യ എന്നുള്ളത് ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമല്ല. ആത്മഹത്യ എന്നുള്ളത് ഒരു പ്രശ്നത്തിന്റെയും പരിഹാര പ്രക്രിയയുമല്ല. അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കുന്നത് മഹാമണ്ടത്തരം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുണ്ടോ അത് നിങ്ങൾ തുറന്ന് സംസാരിക്കുക. ആരോടായാലും സംസാരിക്കുക. നിങ്ങൾക്ക് ഇനി ഒരു വഴിയുമില്ല, ഒരാളോടും സംസാരിക്കാനുള്ള വഴിയില്ലെങ്കിൽ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക, അവിടുത്തെ പോലീസുകാരുമായിട്ട് സംസാരിക്കുക, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുക. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നത്തിന് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കി തരണം. നിങ്ങൾക്ക് അവരെയും വിശ്വാസമില്ലെങ്കിൽ നിങ്ങളൊരു കോടതിയിലേക്ക് കയറി ചൊല്ലൂ. ജഡ്ജിയെ കാണണമെന്ന് പറഞ്ഞിട്ട് ആ ചേംബറിലേക്ക് കയറി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ, അവർ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരും. നിങ്ങളുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഓഫീസുകളുണ്ടല്ലോ, നിങ്ങൾ അവിടേക്ക് കയറി ചൊല്ലൂ, നിങ്ങളുടെ പ്രശ്നം പറയൂ. നിങ്ങളുടെ നാടുകളിൽ എത്രയോ അമ്പലങ്ങളുണ്ട്, നിങ്ങളുടെ നാട്ടിൽ എത്രയോ പള്ളികളുണ്ട്, നിങ്ങളുടെ നാട്ടിൽ എത്രയോ ചർച്ചകളുണ്ട്, അവിടേക്ക് ചൊല്ലൂ. എന്നിട്ട് അവിടെ പറയൂ ആ പ്രശ്നങ്ങൾ. നിങ്ങളുടെ വാർഡ് മെമ്പറെ വിളിച്ചിട്ട് നിങ്ങൾ പറയൂ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു നൽകാൻ വേണ്ടി ഈ സമൂഹത്തിൽ ഓരോ മനുഷ്യനും സന്നദ്ധമാണ്. ഓരോ മനുഷ്യനും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സന്നദ്ധമാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പ്രവർത്തനങ്ങളെ ഇനി നിങ്ങൾ രൂപപ്പെടുത്താൻ. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് നിങ്ങളുടെ ഡയറി എഴുതി തുടങ്ങുക, നിങ്ങളുടെ ഡേറ്റ് വെച്ച് എഴുതി തുടങ്ങുക. എന്നിട്ട് നിങ്ങളുടെ ഓരോ ദിവസങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കാരണം ഒരാൾ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തുക. ആ രേഖപ്പെടുത്തൽ നിങ്ങൾക്ക് പിന്നീട് വലിയൊരു ആത്മസംതൃപ്തിയും ജീവിതത്തിന് വലിയൊരു സുരക്ഷാബോധവും നൽകും. നിരീശ്വരവാദ, നിർമ്മിതവാദ, യുക്തിവാദ ചിന്തകൾ മനുഷ്യനെ ഒരു യാന്ത്രികമായ മൃഗമായി, യാതൊരു വിലയുമില്ലാത്ത ഒരു വസ്തുവായി പരിചയപ്പെടുത്തും. ആ പരിചയപ്പെടുത്തൽ വലിയ അപകടമാണ് എന്നും വലിയ അപജയമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് ഞാൻ ആരെ ചൂഷണം ചെയ്താലും, ഞാൻ ആരെ വിധേയരാക്കിയാലും അതിലെനിക്കൊന്നും സംഭവിക്കാനില്ല എന്നുള്ളത് മാത്രമാണ്. ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളിൽ അധിഷ്ഠിതമായി വന്നിട്ടുള്ള എല്ലാ യുക്തിവാദ, നിരീശ്വരവാദ, നിർമ്മിതവാദ പ്രസ്ഥാനങ്ങളും ഇത്തരമൊരു ചിന്താസരണിയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശക്തിയുള്ളവന്, ഏറ്റവും ചൂഷണം ചെയ്യാൻ കഴിവുള്ളവന് നിലനിൽക്കാൻ സാധിക്കുമെന്നാണ് ഡാർവിൻ സിദ്ധാന്തത്തിന്റെ ആത്യന്തികമായ തിയറി എന്നുള്ളതുകൊണ്ട് അത്തരമൊരു ചിന്താ സരണികളിലേക്കാണ് യുക്തിവാദ പ്രസ്ഥാനങ്ങളും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും മനുഷ്യർ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്താൽ വേറെ ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി ചൂഷണത്തിന് വിധേയമാകാൻ ഇവിടെ നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള ഒരു മെസ്സേജാണ് അവർ തരിക. കാരണം നിങ്ങൾ അവിടെ നിലനിന്നാൽ ചൂഷണം ചെയ്യാനുള്ള പല ആളുകളെയും പിന്നീട് അവർക്ക് ചൂഷണത്തിന് വിധേയമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ ലോജിക്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ആത്മഹത്യയിലേക്ക് ഇത്തരം ആളുകൾ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് ഈ നിരീശ്വരവാദ, നിർമ്മിതവാദ പ്രസ്ഥാനത്തിന് അപ്പുറത്തേക്ക് ആത്മീയ ചിന്തകളിലേക്ക് കൂടുതൽ പ്രചോദിതമാകാൻ വേണ്ടിയിട്ട് യുവതി യുവാക്കൾ സമയം അല്പമെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട്. ഏറ്റവും ധാർമ്മികമായ ഒരു ജീവിത രീതി മുന്നോട്ട് വെക്കുന്നത് ദൈവിക സങ്കല്പങ്ങളാണ്. സെമിറ്റിക് മതങ്ങൾ മരണാനന്തരമായ ഒരു ജീവിതത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഭാരതീയമായ തത്വസംഹിതകളിലും ഒരു പുനർജന്മ ജീവ സിദ്ധാന്തത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കുറെ ഊർജങ്ങൾ ആധ്യാത്മികമായ തലങ്ങളിൽ നിന്ന് മതാത്മകമായി നാം നേടിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാ യുവ സമൂഹത്തിലെ ആളുകളും തലമുറകളും ശ്രമിക്കേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഈ മതങ്ങൾ എന്താണ് പറയുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഓരോ യുവതി യുവാവിൻ്റെയും ധാർമ്മിക ബോധത്തെ അവർ വിശ്വാസിയായാലും ഇല്ലെങ്കിലും ഒരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോക്കിൽ. അത് സ്വീകരിക്കാൻ ആരും വിമുഖരായി മാറരുത്. ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസപ്രകാരം ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവർ ഏറ്റവും വലിയ നഷ്ടകാരിയാണ്. അയാൾ തന്നെയാണ് അയാളെ ഹത്യയ്ക്ക് വിധേയമാക്കുന്നത് എന്നത് ഒരു ശിക്ഷയാണ്, ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ പരലോക ജീവിതത്തിൽ അവർക്ക് നിത്യ നരകമായിരിക്കും. അവർ അഗ്നിയിൽ വേദനിച്ച് ജീവിക്കുന്ന ആളുകളായി നിരന്തരം ആത്മഹത്യ ചെയ്ത അതേ രീതികളിൽ നരകത്തിൽ ആത്മഹത്യ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളുകളായിരിക്കുമെന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് പോകും. ഒരുപക്ഷെ യുക്തിവാദികളോ നിരീശ്വരവാദികളോ മതവിശ്വാസമില്ലാത്ത ആളുകളോ അതിനെ പരിഹാസ രൂപേണ കാണുന്ന ആളുകളോ ഒരുപക്ഷെ അതിനെ ഒരു വലിയ കോമഡിയായി കരുതിയേക്കാം, കോമഡിയായി ചിന്തിച്ചേക്കാം. പക്ഷേ അതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം ഏതെങ്കിലും പ്രതിസന്ധികളിൽ ആത്മഹത്യയിൽ അഭയം തേടി നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. ആ പ്രതിസന്ധിയെ അവിടെ നിന്ന് തരണം ചെയ്തുകൊണ്ട് പുതിയ ഒന്നിലേക്ക് ആ മനുഷ്യൻ എത്തിപ്പെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ്.
ഒരു യുവതിയെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കൂടുതൽ ചൂഷണത്തിന് വിധേയമായി ആരാലെങ്കിലും നിങ്ങളെ വിശ്വസിച്ച് വഞ്ചിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങൾ ആത്മഹത്യ ചെയ്തു എന്ന് കരുതുക. നിങ്ങൾ ഈ സമൂഹത്തിൽ മുഴുവനും മോശക്കാരിയായി ചിത്രീകരിക്കപ്പെടും, അല്ലെങ്കിൽ മോശക്കാരനായി ചിത്രീകരിക്കപ്പെടും. പകരം ഈ ചൂഷണം ചെയ്ത വ്യക്തിയും ആ ചൂഷണത്തിന് വിധേയമാക്കിയ ഒരു സമൂഹവും അപ്പുറത്ത് നിന്നുകൊണ്ട് മറ്റൊരാളിലേക്ക് ഈ ചൂഷണത്തിന്റെ വലകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, വികസിപ്പിച്ചുകൊണ്ടിരിക്കും. അതുവഴി ഒരുപക്ഷെ അങ്ങനെ പല ആളുകളും നിങ്ങളുടെ വഴി തന്നെ തിരഞ്ഞെടുത്തേക്കും. എന്നാലോ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ചൂഷണം, നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള പ്രതിസന്ധികളെ നിങ്ങൾ അവിടെ നിന്ന് തരണം ചെയ്യുകയാണെങ്കിൽ ഈ ചൂഷക വർഗം ഇല്ലാതാകുന്ന ഒരു രീതിയാവും ഉണ്ടാവുക. അതുവഴി നിരവധി ആളുകൾക്ക് മാന്യമായ ചൂഷണത്തിന് വിധേയമാകാത്ത ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ശരിയായ തരത്തിൽ ചിന്തിക്കണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും, നിങ്ങൾ മരണപ്പെട്ടു പോയാലും, നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലെങ്കിലും നൂറ്റാണ്ടുകളോളം നിങ്ങളുടെ ഗ്രാമവും നിങ്ങളുടെ ഗ്രാമത്തിലെ ജനങ്ങളും വരാൻ പോകുന്ന തലമുറയിലെ ആളുകൾ ഉൾപ്പെടെ നിങ്ങളെ സംബന്ധിച്ച് നിറം പിടിപ്പിച്ച അപകീർത്തികരമായ കഥകൾ പറഞ്ഞ് നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗം അകന്ന ബന്ധത്തിലെങ്കിലും ജീവിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ അപകീർത്തികരമായ കഥകൾ ചാർത്തിക്കൊണ്ടായിരിക്കും ആ കുടുംബം ഓർമ്മിപ്പിക്കപ്പെടുക, ആ കുടുംബം ഉദാഹരണമാക്കി മാറ്റപ്പെടുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് ആർക്കെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എഴുതി വെച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരം എന്താണ് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കാനുള്ള ശ്രമം നടത്തും. നിങ്ങളുടെ മനസ്സ് അതിന് പ്രാപ്തമാകുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റു സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ ബന്ധുക്കളിലേക്ക്, നിങ്ങളുടെ നാട്ടുകാരിലേക്ക്, ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളിലേക്ക് ആ വിഷയങ്ങൾ കൊണ്ടുവരിക. അവിടെ നിങ്ങൾക്ക് ഒരു വലിയ ജീവിതമുണ്ട്. അതുവഴി നിങ്ങളിലൂടെ രൂപപ്പെടുന്ന തലമുറകൾക്ക് ഈ രാജ്യത്തിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും നിരവധിയായ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള കരുത്തുള്ളവരാക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നഷ്ടപ്പെടുത്താൻ വേണ്ടി പാഴ്ജന്മങ്ങളായി തീരാൻ പോവുകയാണോ? അതല്ല നിലനിന്ന് ഈ സമൂഹത്തിൽ മാതൃകാപരമായി ഒരു ദൗത്യം നിർവഹിക്കുന്ന ഉത്തരവാദിത്തമായി നിങ്ങളുടെ ഈ ജന്മത്തെ ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുക. എങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല. നിങ്ങളുടെ ചർച്ചകൾ തുടങ്ങുക. കൂടുതൽ നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ ജനങ്ങളുമായി സംസാരിക്കുക. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ ചൂഷണത്തിന് വിധേയമാകുന്ന ആളുകൾ നിങ്ങളുടെ പരിസരങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ എന്ത് മാർഗമാണ് എന്ന് അവരെ കൂടി ചേർത്തുകൊണ്ടുള്ള പരിഹാരക്രിയകളിലേക്ക് നിങ്ങൾ പോവുക. ഒരുപക്ഷെ നിങ്ങൾ വലിയൊരു നേതാവ് തന്നെയായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു സാഹിത്യകാരൻ തന്നെയായേക്കാം, ഒരു വലിയ സാഹിത്യകാരി തന്നെയായേക്കാം. അല്ല എങ്കിൽ ഈ സമൂഹത്തിൻ്റെ നാളെ ഒരുപാട് മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന വലിയൊരു മോട്ടിവേഷൻ നൽകിയ ഒരു മഹത് വ്യക്തിയായി മാറാൻ സാധിക്കും. തെറ്റുകൾ ചെയ്യാത്ത ഏതെങ്കിലും മനുഷ്യർ ഈ സമൂഹത്തിലോ, ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ രാമായണം എഴുതിയിട്ടുള്ള രത്നാകരനെ സംബന്ധിച്ചൊരു കഥയുണ്ട്. അദ്ദേഹം ഒരു കൊള്ളക്കാരനായിരുന്നു. അങ്ങനെ അദ്ദേഹം കൊള്ള ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഒരു യാത്രാസംഘം വന്നു. ആ യാത്രാസംഘത്തെ കൊള്ളയടിക്കുക. യാത്രാസംഘത്തെ കൊള്ളയടിച്ചു. അവരുടെ വലിയ മുതലുകളൊക്കെ മാറ്റിവെച്ചപ്പോൾ അതിലൊരു സന്യാസി വര്യനുണ്ടായിരുന്നു. അദ്ദേഹം ഈ രത്നാകരനോട് ചോദിച്ചു, നിങ്ങളിത് ആർക്ക് വേണ്ടിയാണ് കൊള്ളയടിക്കുക? രത്നാകരൻ പറഞ്ഞു, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ്. അപ്പോൾ രത്നാകരനോട് ഈ സന്യാസി വര്യൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി മോശമായൊരു പ്രവൃത്തിയാണ്, ഇത് മോഷണമാണ്, കൊള്ളയാണ്. ഇതിന് നിങ്ങൾ നാളെ ദൈവത്തിൻ്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും. മരണാനന്തരമായൊരു ജീവിതമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുടുംബത്തോട് പോയി ചോദിക്കൂ. നിങ്ങൾ ഈ കൊള്ളയടിച്ചു കൊണ്ട് ചെല്ലുന്ന ഈ മുതലുകളുടെ ഈ വിഹിതം ഇപ്പോൾ അവർ ഭക്ഷിക്കുകയാണല്ലോ. നാളെ മരണാനന്തരം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിചാരണയുണ്ടാവുമ്പോൾ ഇതിൻ്റെ പാപഭാരം അവരുകൂടെ ഏൽക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണമല്ലോ നിങ്ങൾ അവർക്ക് കൊടുക്കാൻ. ഒന്ന് ചോദിച്ചു വരുമോ എന്ന് ചോദിച്ചു. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ രത്നാകരൻ ഓടി തൻ്റെ വീട്ടിൽ ചെന്നു. മക്കളെയും ഭാര്യയെയും കുടുംബക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കൊള്ളയടിച്ച് കൊണ്ടുവരുന്നതാണല്ലോ നമ്മളെല്ലാവരും കഴിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചതാണ്, നാളെ മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ദൈവം വിചാരണ ചെയ്യും. ആ വിചാരണയിൽ നമുക്ക് എല്ലാവർക്കും കൂടി പങ്കാളിത്തം വഹിക്കാൻ പറ്റുമോ ഈ കുറ്റകൃത്യത്തിന് എന്ന് ചോദിച്ചപ്പോൾ ആ കുടുംബക്കാരും മക്കളും മുഴുവൻ രത്നാകരനോട് പറഞ്ഞു, അല്ല, ഞങ്ങളാരും കൊള്ള ചെയ്യാൻ വരുന്നില്ലല്ലോ, ഇതൊക്കെ നിങ്ങളല്ലേ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളല്ലേ അതിൻ്റെ പാപമൊക്കെ അനുഭവിക്കേണ്ടത്, ഞങ്ങളതിന് സന്നദ്ധമല്ല എന്ന് പറഞ്ഞ് രത്നാകരനെ മടക്കി അയച്ചു. അങ്ങനെ രത്നാകരൻ ഈ സന്യാസി അടുക്കലേക്ക് എത്തിയാണ്, ഈ യാത്രാസംഘത്തിന്റെ അടുക്കലെത്തി. അങ്ങനെ രത്നാകരനോട് പറഞ്ഞു, അപ്പോൾ നീ ചെയ്യുന്ന കുറ്റങ്ങൾക്ക്, തെറ്റുകൾക്ക്, നീ ചെയ്യുന്ന കൊള്ളക്ക് നീ തന്നെയാണ് നാളെ ദൈവസന്നിധിയിൽ മറുപടി പറയേണ്ടി വരിക. അതുകൊണ്ട് നിനക്ക് തിരുത്താനുള്ള സമയമുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് രത്നാകരൻ ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തെ
രണ്ട് മരങ്ങളുടെ ഇടയിലിരുത്തി രാമരാമനാമം പിന്നെ ഉരുവിടാൻ പറഞ്ഞു എന്നാണ്. യുക്തിവാദികൾ പറയുന്നത് ആ മരം ഈ മരം എന്ന് പറയാൻ പറഞ്ഞു, അങ്ങനെ ആ മരം ഈ മരം എന്ന് പറഞ്ഞ് രാമരാമനായി എന്ന ഒരു യുക്തിവാദി കഥയുണ്ട്. അത് നമുക്ക് ഏതായാലും എടുക്കേണ്ടതില്ല. പകരം ഈ കഥ എടുക്കാം. അവിടെ രാമനാമം ചൊല്ലാൻ വേണ്ടി ഇരുത്തിയ ശേഷം ഈ യാത്രാസംഘം കടന്നുപോയി. പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ യാത്രാസംഘം തിരിച്ചു വരുമ്പോൾ ഞങ്ങളന്ന് രത്നാകരനെ ഇരുത്തിയ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ അടയാളമൊക്കെ ഏകദേശം ഇതാണ്. പക്ഷെ അവിടെ വലിയൊരു ചിതൽപുറ്റാണുള്ളത്, വലിയൊരു പർവ്വതം കണക്കുള്ള ഒരു ചിതൽപുറ്റ്. അങ്ങനെ ആ ചുതൽപുറ്റിനെ ഈ യാത്രാസംഘം ഒന്ന് നിരീക്ഷിച്ചപ്പോൾ അതിൽ നിന്ന് എന്തോ ഒരു മന്ത്രം കേൾക്കുന്നത് പോലെ തോന്നി. അങ്ങനെ അവർ ആ ചിതൽപുറ്റ് പൊട്ടിച്ചെടുത്തപ്പോൾ ദാടിയും ജടയും ഒക്കെ വളർന്ന ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് രാമനാമം ചൊല്ലിയാണ്. അദ്ദേഹത്തെ അടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ ചോദിച്ചു ആരാണ്? അപ്പോൾ ഈ പഴയ ഇരുത്തി വിട്ടു പോയിട്ടുള്ള രത്നാകരനാണ്. അങ്ങനെയാണ് ഈ ചിതൽപുറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തവൻ എന്ന അർത്ഥത്തിലാണ് വാത്മീകി എന്ന പേര് നൽകപ്പെടുന്നത്. ആ മനുഷ്യനാണ് പിന്നീട് രാമായണം എഴുതുകയും വാത്മീകി മഹർഷിയായി ചരിത്രത്തിൽ അറിയപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് ഒരു കഥകൾ പറയുന്നത്. അതിൽ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്കും വലിയ മഹാമനീഷിയായി മാറാൻ സാധിക്കും എന്നുള്ള ഒരു ചരിത്രം അവിടെയുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷോഭിതമായ വ്യക്തിത്വമാണ് ഖലീഫ ഉമർ. നിങ്ങളൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ആ ഖലീഫ ഉമറിന്റെ പൂർവ്വകാലത്തെ സംബന്ധിച്ച് പഠന വിധേയമാക്കിയാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ഖലീഫ ഉമർ അദ്ദേഹത്തിന്റെ പിറന്നു വീണ പെൺമക്കളെ പച്ച ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. അതിക്രൂരനായ മനുഷ്യനാണ്. കാട്ടറബികളുടെ എല്ലാ സ്വഭാവമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. നല്ല ഹൃദയശുദ്ധിയുള്ള മനുഷ്യനായി മാറി. അയാൾ പിന്നീട് ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയായി, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി മാറി. ഇന്ന് ആ മനുഷ്യന്റെ പേര് കേൾക്കുമ്പോൾ വിശ്വാസി സമൂഹം മുഴുവൻ റളിയല്ലാഹു അൻഹും എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന്റെ മുകളിൽ ചൊല്ലാറുണ്ട്. അത്രയധികം വിശുദ്ധനായ മഹാമനുഷ്യയായി മാറാൻ ഉമർ ബിൻ ഖത്താബിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. അപ്പോൾ തെറ്റുകൾ മനുഷ്യനാണ് ചെയ്യാൻ കഴിയുക. ആ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതും മനുഷ്യന്റെ ബാധ്യതയാണ്. തെറ്റുകളെ തിരിച്ചറിഞ്ഞ് തിരുത്തുക, അവിടെ നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥ മനുഷ്യന്റെ നല്ല ലക്ഷണം. അതുകൊണ്ട് നാം ഏത് ചൂഷണത്തിന് വിധേയമായാലും, നാം ഏത് തെറ്റിലേക്ക് അകപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരു തിരുത്തലിന്റെ ഭാഗം തീർച്ചയായും ഉണ്ട്. അതിനെ ആരും നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യയിലേക്ക് അഭയം തേടിയാൽ നിങ്ങൾ ആ തെറ്റുകാരനായി തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ, നിങ്ങളുടെ ഗ്രാമങ്ങളിൽ പോലും നൂറ്റാണ്ടുകളോളം, നിങ്ങൾ മനുഷ്യവാസമുള്ള കാലങ്ങളോളം നിങ്ങൾ തിന്മയുടെ വക്താവായി ജീവിക്കേണ്ടി വരും. നിന്ദ്യതയോടെ ജീവിക്കേണ്ടി വരും. ആ അപമാനഭാരം തന്നെയായിരിക്കും ഒരു നരകം. അതുകൊണ്ട് അതാരും സൃഷ്ടിക്കാതിരിക്കുക. അതുകൊണ്ട് യുവതീ യുവാക്കളോട്, ഈ തലമുറയിലെ ആളുകളോട് രോഗം, സാമ്പത്തിക പ്രതിസന്ധികൾ, ആത്മാഭിമാന പ്രശ്നങ്ങൾ, ചൂഷണം, ചതി, ഇതിലൊന്നും നിങ്ങളാരും എന്ത് ചെയ്യേണ്ടവരല്ല, ജീവിതം അവസാനിപ്പിക്കേണ്ടവരല്ല. പകരം മറ്റുള്ളവർക്ക് കൂടി ജീവിതം കൊടുക്കേണ്ടവരാണ് എന്ന ബാധ്യതയും തിരിച്ചറിവും ഓരോ യുവസമൂഹത്തിനും ഉണ്ടാവട്ടെ. ആത്മഹത്യ ഒരു പ്രശ്ന പരിഹാരമല്ല, അത് ഒരു പാഴ്ചിന്തയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സമാന മനസ്കരായ ആളുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.